എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. കാരണം കുറച്ച് അധികം പേര് പറഞ്ഞായിരുന്നു കുക്കിംഗ് വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ. അപ്പം അന്നേരം ഞാൻ മടിച്ചിരുന്നു. കാരണം ഞാൻ അങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ഈ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ചധികം ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം പല ഡിഷസും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ പലതും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അധികം ഭയങ്കര പാടുള്ളത് അല്ലെങ്കിൽ കുറേ സമയം എടുക്കുന്നതൊന്നും അല്ല ചെയ്യാറ്. കൂടുതലും ഈസി ആയിട്ട് റെസിപ്പീസാണ് നോക്കാറ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ജാമാണ് കേട്ടോ. അപ്പം ഈ ജാം ഉണ്ടാക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞിനങ്ങനെ ഈ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഈസിയാണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പൈനാപ്പിൾ ജാമാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ഇതുപോലെ പഴം ജാമും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് പൈനാപ്പിൾ ജാമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് പൈനാപ്പിൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ആ മുള്ളുള്ള ഭാഗമുണ്ടല്ലോ അത് ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫുള്ള് കളഞ്ഞ് സെപ്പറേറ്റ് എടുത്തിട്ട് കളയുക ചെയ്തത്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു മൂക്കെന്ന് പറയും, എല്ലാവരും എന്താ പറയുന്നത് അറിയില്ല, നല്ല കട്ടിയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗം കളയുക. എന്നിട്ട് ഈ മുള്ളുള്ള ഭാഗം ഫുള്ളായിട്ട് കളയണം. നമ്മൾ അതകത്തേക്ക് ഇറങ്ങിയിരിക്കില്ല, അത് കളയുക. അല്ലെങ്കിൽ ആ ജാം ഉണ്ടാക്കുമ്പോൾ അതിൽ ആ ഒരു ഇത് നിൽക്കും, ആ മുള്ളിൻ്റേത്. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അത് ഫുള്ള് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്താണ്. ഇതൊരു ഫുള്ള് പൈനാപ്പിൾ കേട്ടോ. ഫുള്ള് പൈനാപ്പിൾ. ബാക്കി ആ പോർഷനൊക്കെ കളഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുറയും. ഇങ്ങനെ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, മീൻസ് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക, മിക്സിയിൽ അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. ജസ്റ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. ലോ ടു മീഡിയം, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ലോയിലൊക്കെ ആക്കി വയ്ക്കും, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ശരിക്കും തടിയുടെ തവയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സ്റ്റീൽ തവ ഉപയോഗിച്ച് നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. തടിയുടെ തവ ഉപയോഗിക്കുക നോൺ സ്റ്റിക്ക് ആണെങ്കിൽ. എന്നിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പഞ്ചസാരയുടെ ഒരു കണക്ക് അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ഏകദേശം ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. പക്ഷേ അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ അടിക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് എന്തോരം ഉണ്ടെന്ന് നോക്കുക. ഒരു ഫുൾ കപ്പ് ഉണ്ടെങ്കിൽ ആ കപ്പിന് 2 കപ്പാണ് പഞ്ചസാര ചേർക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ളൊരു നല്ല മധുരം. പക്ഷെ ഞാൻ അത്രയും മധുരം ചേർത്തില്ല. എനിക്കത്രയും മധുരം അത്രയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നോക്കിയിട്ടൊക്കെയാണ്, അധികം ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു അടി കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു വെള്ളം പോലെ, കുറച്ചൊരു വെള്ളം പോലെ ആയിട്ടുണ്ടാവും ക്വാണ്ടിറ്റി. ഇനി നമുക്കതിലേക്കൊരു ഇതൊരു പട്ടയാണ്, ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കും. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഈ പട്ട ആഡ് ചെയ്യുന്നത് കേട്ടോ, കറുവപ്പട്ട. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും നന്നായിട്ടൊരു ആ കൺസിസ്റ്റൻസി മാറി ജാമിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ അതിലേക്ക് ആവാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇടയ്ക്ക് നമുക്ക് നോക്കാം, എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്കിങ്ങനെ സംശയം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കി കണ്ടോ, കുറച്ചുകൂടി വെള്ളം വറ്റി വരാനുണ്ട്. വെള്ളം നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല, ആ ഒരു വെള്ളപ്പരുവം അത് മാറാനുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മാറി തിക്കായും തോന്നുവാണ്. ആ സമയത്ത് നമുക്കൊരു നാരങ്ങയുടെ പകുതി, ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയാണ് നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യുക, മാറ്റി വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് എടുത്ത് വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് എനിക്കൊരു കുഞ്ഞു ബോട്ടിൽ ഫുള്ള് ഒരു ബോട്ടിലാണ് കിട്ടിയത്. അപ്പോൾ അതെന്തായാലും അധികം നാൾ നമുക്ക് വച്ചേക്കാനും ഉണ്ടാവില്ല, പെട്ടെന്ന് തീർന്നു പോലും. കണ്ടോ, ഈ ഒരു പരുവം വന്നപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു പരുവമല്ല, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഓഫ് ചെയ്ത്. എനിക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല, അപ്പോൾ ഞാനതുകൊണ്ട് യൂട്യൂബ് നോക്കി തന്നെ ചെയ്ത് പല വീഡിയോസ് നോക്കിയിട്ട് എനിക്കിഷ്ടമുള്ള ഈസി ആയിട്ടുള്ളതൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കിത് മതി എന്ന് തോന്നുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു തിക്നെസ്സിൽ മാറ്റം വരില്ല. അപ്പോൾ ഈസിയാണ് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് പഴം വച്ചതും ജാം ഉണ്ടാക്കാം, അതും വളരെ ഈസിയാണ്. പഴം ജാം അത് ഞാൻ എപ്പോഴും പിന്നെ ഒരിക്കൽ കാണിച്ചു തരാം. കണ്ടു, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ മാറ്റേണ്ടത് അതിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ.
കണ്ടോ. അപ്പോൾ നമ്മുടെ ജാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഒരു കളറും ഇതും ചേർക്കാണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ജാം. അധികം സമയം എടുക്കില്ല. ആ ഒരു പൈനാപ്പിൾ അരിയുന്ന ഒരു സമയം മാത്രമേ എടുക്കുള്ളൂ. ഈ ഒരു ബോയിലിംഗ് അല്ലെങ്കിൽ ആ അടുപ്പത്തുള്ള പണികൾക്ക് അധികം സമയം എടുക്കില്ല കേട്ടോ. കണ്ടോ. അപ്പോൾ നമ്മുടെ ജാം റെഡിയായി. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കുറവാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. 2 ഗ്ലാസ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ 2 ബൗൾ ആഡ് ചെയ്യാം. കണ്ടോ നമ്മുടെ പൈനാപ്പിൾ ജാം, ഈസി പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുവാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഫുള്ളാണ് എനിക്ക് കിട്ടിയത്. ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ, സിമ്പിൾ വീഡിയോസാണ്, കുക്കിംഗാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.